ഹസ്തിനാപുരത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരധ്യായം, സന്തനുവും സത്യാവതിയും. ആ രാജവംശത്തിൻ്റെ 2 തൂണുകൾ. അവർക്കു ജനിച്ചു 2 പുത്രന്മാർ, ചിത്രാംഗദനും വിചിത്രവീര്യനും. കാലം കടന്നു. സന്തനു മഹാരാജാവ് അന്തരിച്ചു. രാജ്യം കൈകാര്യം ചെയ്യാനുള്ള ചുമതല മൂത്ത പുത്രനായ ചിത്രാംഗദൻ ഏറ്റെടുത്തു. വീരനായ യോദ്ധാവായിരുന്നു അദ്ദേഹം. പക്ഷേ വിധി ക്രൂരമായിരുന്നു. ഒരു ഭീകര യുദ്ധത്തിൽ ചിത്രാംഗദൻ വീണു. രാജ്യം വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങി. ഇളയവനായ വിചിത്രവീര്യൻ ഇനിയും ബാലൻ. അപ്പോൾ മുന്നോട്ട് വന്നത് ഒരു മഹാവ്രതമെടുത്ത യോദ്ധാവ്, ഭീഷ്മൻ. തൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിക്കാൻ ജീവിതം മുഴുവൻ ബ്രഹ്മചര്യം സ്വീകരിച്ചവൻ. രാജ്യത്തിൻ്റെ രക്ഷയ്ക്കായി സ്വന്തം ജീവിതം പോലും ത്യജിച്ചവൻ. വിചിത്രവീര്യൻ പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹത്തിന് യോജിച്ച വധുവിനെ കണ്ടെത്താൻ ഭീഷ്മൻ തീരുമാനിച്ചു. രാജ്യങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചു. അപ്പോൾ കേട്ട വാർത്ത, കാശി രാജ്യത്ത് മഹത്തായ സ്വയംവരം നടക്കാനിരിക്കുകയാണ്. അംബ, അംബിക, അംബാലിക, കാശി രാജാവിൻ്റെ 3 പുത്രിമാർ ഹസ്തിനാപുരത്തെ ക്ഷണിച്ചില്ല. അത് ഭീഷ്മനെ ക്രോധത്തിലാക്കി. ഇതൊരു അപമാനം, അവൻ തീരുമാനിച്ചു. സ്വയംവരത്തിൽ നേരിട്ട് പോകുമെന്ന്. സ്വയംവര ദിനം. രാജാക്കന്മാരെല്ലാം കൂടി. അവിടെ ഇടിമുഴക്കമായി എത്തിയ ഭീഷ്മൻ ഒറ്റയ്ക്ക് 3 രാജകുമാരിമാരെയും രഥത്തിൽ കയറ്റിക്കൊണ്ടുപോയി. അവനെതിരെ പോരാടാൻ വന്ന രാജാക്കന്മാർ എല്ലാവരും പരാജയപ്പെട്ടു.